ഹലോ ഗൈസ്, ആഗ്രഹിച്ചൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് പാളിപ്പോയാൽ എത്ര സങ്കടം ഉണ്ടാവും. അങ്ങനെയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒരു കേക്ക് ക്യാൻഡിലായിരുന്നു എൻ്റെ മനസ്സിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റേ തേനിൽ ബദാമൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു സാധനം വാങ്ങൂലേ, അതിൻ്റെ ഡപ്പയൊക്കെ എടുത്തിട്ട് വന്നിട്ടാണ് ഞാൻ ഇന്നത്തെ ക്യാൻഡിൽ ഉണ്ടാക്കാൻ വിചാരിച്ചത്. അതിനായിട്ട് ഓറഞ്ച് ക്രയോണൊക്കെ ഇട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഇതാണ് സാധനം, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തപ്പോഴാണ് സംഭവം കൊളായത്. ഒരു സാധനം അങ്ങോട്ട് ഉരുകിപ്പോയി. ഇന്നലെ കത്രിക ചെയ്തപ്പോൾ ഉരുകിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല, ഉരുകിയിട്ട് ഇതേപോലെ അങ്ങോട്ട് മറിഞ്ഞങ്ങോട്ട് പോയി. ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ അവസ്ഥ. അത് കുഴപ്പമില്ല, നമുക്ക് വേറെ രീതിയിലൊന്ന് ഉണ്ടാക്കാം. ഉരുകിയത് നന്നായിട്ടൊന്ന് പരത്തി ഉണങ്ങിയേരം ബ്ലേഡ് വെച്ചിട്ടൊന്നിങ്ങനെ ഷേപ്പാക്കി കൊടുക്കണം. ഷേപ്പാക്കി വെച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ കള്ളിപ്പട്ടിയിൽ വരഞ്ഞു കൊടുത്ത് ഇതേപോലെ കുറച്ചധികം ഉണ്ടാക്കണം. അലുവ മുറിച്ച് വെച്ചതുപോലെ ഇല്ലേ ഗൈസ് കാണാനായിട്ട്. ഇങ്ങനെ കുറച്ചധികം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം പൊട്ടിപ്പോകാതെ നല്ല രീതിയിൽ കിട്ടിയത് ഇതേപോലെ സ്പൂൺ വെച്ച് കുറച്ച് ഉരുക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക ക്യാൻഡിൽ. എന്നിട്ട് വേറൊരു ക്യാൻഡിൽ എടുത്തിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചതെടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ സ്പൂൺ ഉരുക്കിയിട്ട് സ്പൂണൊന്ന് ചൂടാക്കുക, എന്നിട്ട് ക്യാൻഡിലൊന്ന് ഉരുക്കുക. അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സംഭവം സെറ്റായി. ഇനി നമുക്ക് കുറച്ച് ബ്ലൂ ക്യാൻഡിൽ വേണം. ബ്ലൂ ക്യാൻഡിൽ ഇതേപോലെ മുറിച്ചിട്ടിട്ട് നമ്മൾ അതിന് ചുറ്റിലും ഒട്ടിച്ചെടുത്ത് കുറച്ച് ഡിസൈൻസൊക്കെ കഴുകിക്കൊടുത്ത് നമ്മുടെ കേക്ക് ക്യാൻഡിൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.